കൊല്ലം മൺട്രോത്തുരുത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ കല്ല് കണ്ടെത്തി. കൊല്ലത്തേക്കുള്ള മെമു ട്രെയിൻ കടന്നുപോയ സമയത്താണ് കല്ല് കണ്ടെത്തിയത്. സംശയം തോന്നിയ ലോക്കോ പൈലറ്റ് കൺട്രോൾ റൂമിൽ അറിയിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, സമാനമായിട്ട് ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച കൊല്ലം ജില്ലയിൽ തന്നെ അരങ്ങേറിയതാണ്. ഇപ്പോഴിതാ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അട്ടിമറിയാണോ? അനിൽ നമ്പ്യാർ, കൊല്ലം ശാസ്താംകോട്ടയ്ക്കും മൺട്രോത്തുരുത്തിനും ഇടയിലുള്ള ഭാഗത്താണ് ഈ റെയിൽവേ ട്രാക്കിൽ കല്ല് ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും കൊല്ലത്തേക്ക് വരുവായിരുന്ന മെമു, എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് വരുവായിരുന്ന മെമു, ആ മെമു വാഹനം ഈ കല്ലിലൂടെ കയറി ഇറങ്ങിയിരുന്നു. തുടർന്ന് ലോക്കോ പൈലറ്റ് ഈ വിവരം കൺട്രോൾ റൂമിൽ അറിയിക്കുകയും ചെയ്തു. കൺട്രോൾ റൂം പോലീസുമായി ബന്ധപ്പെട്ടതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ട്രാക്കിൽ കല്ല് അംശം കണ്ടത്. തുടർന്ന് പോലീസ് ഈ പ്രദേശത്തെല്ലാം അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കിടപ്രം എന്ന് പറയുന്ന പ്രദേശമാണ് ആ പ്രദേശത്താണ് കണ്ടത്. ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം അടക്കം ഉണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രതികൾ ആരാണെന്നോ അല്ലെങ്കിൽ കല്ല് വെച്ചത് ആരാണെന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും സമാന്തരമായി ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ആരാണ് കല്ല് വെച്ചത് നടക്കമുള്ള കാര്യങ്ങൾ ഇനി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. നിലവിൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ട്രെയിൻ ഈ കല്ലുകളിലൂടെ കയറിയിറങ്ങി പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു ശബ്ദം കേൾക്കുന്ന, ട്രാക്കിൽ ഒരു ശബ്ദം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ലോക്കോ പൈലറ്റ് ഈ വിവരം കൺട്രോൾ റൂമിൽ അറിയിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ശാസ്താംകോട്ട പോലീസുമായി ബന്ധപ്പെടുകയും പോലീസ് ഈ നിർദ്ദിഷ്ട പ്രദേശത്ത് വരികയും അവിടെ അന്വേഷണം നടത്തുകയും അടക്കം ചെയ്തത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കല്ലുകൾ കണ്ടെത്താനായത്. പ്രതികളെ കുറിച്ചുള്ള വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചില്ല. പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതിനിടയിലാണ് ഈ സമാന്തരമായിട്ട് ആ സമയത്ത് തന്നെ സമാന്തരമായിട്ട് റെയിൽവേ പോലീസിന്റെയും അന്വേഷണം നടക്കുന്നത്. പ്രതികളെ പിടിക്കുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്.